السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അൽ ആദാബുൽ അശറ 10 ഇസ്ലാമിക മര്യാദകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ അദ്ദേഹമാണ് ഈ കിതാബ് രചിച്ചത്. കഴിഞ്ഞ ഏതാനും ദർസുകളിൽ സലാം പറയുന്ന അതുമായി ബന്ധപ്പെട്ട മര്യാദകൾ, അതുപോലെ സമ്മതം അനുവാദം ചോദിക്കേണ്ടതിൻ്റെ മര്യാദകൾ, ഭക്ഷണ മര്യാദകൾ, സംസാരത്തിൻ്റെ മര്യാദകൾ, 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. 5ാമതായി ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അദബുന്നൗം, ഉറക്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ് ഷെയ്ഖിനി സൂചിപ്പിക്കുന്നത്. അൽ ഖാമിസ്, 5ാമത്തേത്, ഇദാ അതൈത മൽജിഅക ഫതവല്ല വനം അലാ ശിഖികൽ ഐബൻ വത്ലു ആയത്തൽ കുർസിയ്യി മറത്തൻ വജ്മഅ കഫൈക വഖറഅ ഫീഹിമാ സൂറത്തൽ ഇഖ്ലാസി والمعوذتين وانفث فيهما وامسح بهما ما استطعت من جسدك تفعل ذلك 3 إذا أتيت ملجأك فتوضأ. നീ നിന്റെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ വരാൻ ഉദ്ദേശിക്കുമ്പോൾ ഫതവല്ല, വുദൂ എടുക്കുക. വനം അലാ ഷിഖികൽ ഐബനി, എന്നിട്ട് നിന്റെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് നീ ഉറങ്ങുക, അഥവാ ഉറങ്ങാൻ കിടക്കുക. വത്ലു ആയത്തൽ കുർസിയ്യി മറത്തൻ, ആയത്തുൽ കുർസി 1 തവണ പാരായണം ചെയ്യുക. വജ്മഅ കഫൈക വഖറഅ ഫീഹിമാ സൂറത്തൽ ഇഖ്ലാസി വൽ മുഅവ്വിദതൈൻ, നിന്റെ 2 കൈപ്പത്തികൾ ചേർത്ത് പിടിച്ച് സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും അടങ്ങുന്ന മുഅവ്വിദാത്തുകൾ പാരായണം ചെയ്യുക. വൻഫുസ് ഫീഹിമ, എന്നിട്ട് നിന്റെ 2 കൈപ്പത്തികളിലേക്ക് ഊതുക. വംസഹ് ബിഹിമാ മസ്തതഅത മിൻ ജസദിക, ശേഷം നിന്റെ ശരീരത്തിൽ നിനക്ക് സാധിക്കുന്ന സ്ഥലം വരെ സാധിക്കുന്ന രൂപത്തിൽ ആ 2 കൈപ്പത്തികൾ കൊണ്ട് തടവുക ശരീരം. തഫ്അലു ദാലിക 3, ഇത് 3 തവണ ആവർത്തിക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, ഇത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു മര്യാദയാണ്. ഏതൊരാൾക്കും അറിയാവുന്ന മര്യാദയിൽപ്പെട്ടതാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ പാലിക്കേണ്ട ഇതുപോലെയുള്ള മര്യാദകൾ. എന്നാൽ അത് പ്രത്യേകിച്ച് നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നത് കൂടുതൽ നമുക്ക് ഉപകാരപ്പെടും. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ ഫോണുകൾ. ഉറങ്ങാൻ കിടക്കുമ്പോൾ പലപ്പോഴും എഴുന്നേറ്റിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് അങ്ങനെ തന്നെ ഉറങ്ങി നേരം പുലരലാണ് പല ആളുകളും പറഞ്ഞ അനുഭവങ്ങൾ.
ചിലപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാവാറുണ്ട്. ഇത് അറിഞ്ഞിട്ടും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവാതെ അതല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് വലിയ ശ്രേഷ്ഠതകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ രൂപത്തിലുള്ള മര്യാദകൾ പാലിച്ച് ഉറങ്ങേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം ഉറക്കമെന്നത് മരണത്തിൻ്റെ സഹോദരനാണ്. ആ ഉറക്കത്തിലായിക്കൊണ്ട് ഒരുപക്ഷെ നേരം പുലരാതെ നമ്മൾ ഓരോരുത്തരും മരിച്ചു പോകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. രാത്രി കിടന്നുറങ്ങിയതാണ്, പക്ഷേ എഴുന്നേറ്റിട്ടില്ല. ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിക്കൊണ്ട് ദിക്റിലായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കുക എന്നത് സഹോദരങ്ങളെ വലിയ സൗഭാഗ്യമാണ്, വലിയ തൗഫീഖാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമുക്കറിയാവുന്നതായാൽ പോലും അത് ചെയ്യാനുള്ള അവസരങ്ങൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോവാറുണ്ട്. ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹം ആരംഭിച്ചത് ഇദാ അതൈത മൽജിഅക ഫതവല്ല, നീ നിന്റെ മൽജിഅയിലേക്ക്, മൽജിഅ എന്ന് പറഞ്ഞാൽ മഹല്ലു നൗമി ബില്ലൈൽ, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലത്തിനാണ് മൽജിഅ അതല്ലെങ്കിൽ മൽജഅ എന്ന് പറയുക. ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ ഉദ്ദേശിച്ചാൽ, വന്നെത്തിയാൽ ഫതവല്ല, നീ വുളൂ ചെയ്യുക. മൽജിഅ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലത്തിനാണ് ആ വാക്ക് അറബിയിൽ പ്രയോഗിക്കുക. പകല് പലപ്പോഴും നമ്മൾ ഉറങ്ങാറുണ്ട്, പക്ഷെ പകലിൽ ഉറങ്ങുന്ന സ്ഥലങ്ങൾ വ്യത്യസ്തമായിരിക്കും. രാത്രി ഉറങ്ങുന്ന പോലെ നമ്മൾ പകൽ ഉറങ്ങൂല. അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങുന്ന സ്ഥലത്തിന് പ്രത്യേകം പറയപ്പെടുന്ന പേരാണ് മൽജിഅ. പകലിലാവട്ടെ ചിലപ്പോൾ അവിടെ എവിടെയും ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ ചിലപ്പോൾ കിടന്ന് കുറച്ച് സമയം ഉറങ്ങിയിട്ട് എഴുന്നേൽക്കും. എന്നാൽ രാത്രിയുടെ ഉറക്കത്തിന് ചില പ്രത്യേകതകളുണ്ട്. കുറച്ചധികം സമയം ഉറങ്ങാൻ വേണ്ടി തയ്യാറായി ഒരുങ്ങി ആ രൂപത്തിലാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കാറുള്ളത്. അറബിയിൽ ആ പദപ്രയോഗം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലത്തിനാണ്. ഇങ്ങനെ കിടക്കാൻ ഉദ്ദേശിച്ചാൽ, ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ വുദൂ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, ഇദാ അതൈത മൽജഅക ഫതവല്ല വുദൂഅക ലിസ്സലാത്തി, നീ നിന്റെ വിരിപ്പിലേക്ക്, നിന്റെ കിടക്കയിലേക്ക് ഉറങ്ങാനായി വരുന്ന സന്ദർഭത്തിൽ ഫതവല്ല, നീ വുദൂ ചെയ്യുക. വുദൂഅക ലിസ്സലാത്തി, നിസ്കാരത്തിന് വേണ്ടി നീ വുദൂ ചെയ്യുന്നത് പോലെ, നിസ്കാരത്തിന് വേണ്ടി വുദൂ ചെയ്യുന്നത് പോലെ വുദൂ ചെയ്യുക. ഇത് ഉറക്കവുമായി ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ട ഒരു മര്യാദയാണ്. അപ്പം നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ പലപ്പോഴും വുദൂ ഉണ്ടാവാറില്ല. നേരെ ചെന്ന് കിടക്കും, എന്നിട്ട് നമ്മൾ മൊബൈൽ എടുക്കും, പിന്നെ അതിൽ കുറേ സമയം ചെലവഴിച്ച് അങ്ങനെ തന്നെ ഉറങ്ങിപ്പോകും. വുദൂ ഇല്ലാതെ, ശുദ്ധിയില്ലാതെ ഉറങ്ങുക എന്നത് നല്ല കാര്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു കൽപ്പന രൂപത്തിലാണ് നമ്മോടിത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശുദ്ധിയോടുകൂടി കിടന്നുറങ്ങുക എന്നത് വളരെ മഹത്തായ ഒരു കാര്യമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച വാക്ക് നോക്കൂ നിങ്ങൾ, വുദൂഅക ലിസ്സലാത്തി, നിസ്കാരത്തിന് വേണ്ടി നീ എപ്രകാരം വുദൂ ചെയ്യുമോ അപ്രകാരം നീ വുദൂ ചെയ്യുക. അപ്പം അതാണ് ഒന്നാമത്തെ മസ്അല. ഉറങ്ങാൻ വിരിപ്പിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വുദൂഓടുകൂടി വരിക. രണ്ടാമത്തെ മസ്അല ഷെയ്ഖ് പറഞ്ഞു, വനം അല ഷിഖ്ഖിൽ ഐമൻ, വനം, നീ ഉറങ്ങുക. എങ്ങനെ ഉറങ്ങണം, അതല്ലെങ്കിൽ എങ്ങനെ ഉറങ്ങാൻ കിടക്കണം? അല ഷിഖ്ഖിൽ ഐമനി, വലതുഭാഗത്ത് ചെരിഞ്ഞുകൊണ്ട്. നേരത്തെ നമ്മൾ കേട്ട ഹദീസിൽ വുദൂ ചെയ്യണമെന്ന് പറഞ്ഞ ആ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞു സുമ്മൽതജി അലാ ഷിഖികൽ ഐമൻ എന്ന് പറഞ്ഞതായി കാണാം. വുളു എടുത്തുകൊണ്ട് വിരിപ്പിലേക്ക് വന്നുകൊണ്ട് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് നീ കിടക്കുക. വലതുഭാഗത്തേക്കാണ് നമ്മൾ ചെരിഞ്ഞ് കിടക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയും അവിടുന്ന് അങ്ങനെയായിരുന്നു എന്ന് കാണാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഖദ മൽജഅഹു മിനൽ ലൈലി വളഅ യദഹു തഹ്ത ഖദ്ദിഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ അവിടുത്തെ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളഅ യദഹു തഹ്ത ഖദ്ദിഹി, അവിടുന്ന് വലതുഭാഗം കിടക്കാൻ നമ്മോട് കൽപ്പിച്ചു. അതോടൊപ്പം അവിടുത്തെ കൈ വലതുഭാഗത്തെ കവിളിൻ്റെ താഴെ വെക്കുമായിരുന്നു. വളഅ യദഹു തഹ്ത ഖദ്ദിഹി, ഖദ്ദ് എന്ന് പറഞ്ഞാൽ കവിൾ. അപ്പോൾ വലത് കൈ കവിളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് വലതുഭാഗത്തേക്ക് ആയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിരുന്നത്. അപ്പോൾ ഇടതുഭാഗത്തേക്ക് കിടക്കാൻ പാടുണ്ടോ, അതല്ലെങ്കിൽ കമിഴ്ന്ന് കിടക്കാൻ പാടുണ്ടോ? ഇടതുഭാഗത്തേക്ക് കിടക്കുക എന്നുള്ളത് ഒരാൾക്ക് അത്യാവശ്യമാണെങ്കിൽ കിടക്കാം, കുഴപ്പമില്ല. കമിഴ്ന്ന് കിടക്കുക എന്നത് ഹദീസിൽ അള്ളാഹുവിന് കോപമുള്ള കിടത്തമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതുപോലെയുള്ള പരാമർശങ്ങൾ വന്നതായി കാണാം. രണ്ടായിരുന്നാലും ഇടതുഭാഗത്തായിരുന്നാലും കമിഴ്ന്നായാലും പണ്ഡിതന്മാർ പറഞ്ഞു ആ വിഷയത്തിൽ കടുത്ത കറാഹത്താണ് ആ രൂപത്തിൽ കിടക്കൽ. കമിഴ്ന്ന് കിടക്കുക എന്നുള്ളത് ഏറ്റവും കുറഞ്ഞത് അങ്ങേയറ്റത്തെ കറാഹത്താണ്, കടുത്ത കറാഹത്താണ് എന്നാണ് ഉലമാക്കൾ ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. വേറെ ചില പണ്ഡിതന്മാർ ഹദീസിൻ്റെ ലാഹിർ പ്രകാരം അഥവാ ബാഹ്യമായ അർത്ഥം പ്രകാരം കമിഴ്ന്ന് കിടക്കുക എന്നുള്ളത് ഹറാമിലേക്ക് എത്തും അഥവാ ഹറാമാണ് എന്നും പറഞ്ഞതായി കാണാം. വല്ലാഹു അലം, കടുത്ത കറാഹത്താണ് എന്നതാണ് അതിൽ ശരിയായ അഭിപ്രായം. ഇടതുഭാഗത്ത് കിടക്കുക എന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞു തുടക്കം വലതുഭാഗത്തേക്ക് ആക്കുക, കിടക്കുമ്പോൾ വലതുഭാഗത്തേക്ക് ഇതുപോലെ കിടക്കുക, പിന്നീട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. വലതുഭാഗത്തേക്ക് ഒരാൾ ചെരിഞ്ഞു കിടക്കുക എന്നത് ശറഈയായും ആരോഗ്യപരമായും ധാരാളം ഗുണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ശറഈയായ ഗുണങ്ങളാണ് നമുക്ക് പ്രാധാന്യമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അവിടുന്ന് കാണിച്ചു തന്നു, അതാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം. അവിടുത്തെ സുന്നത്തിനോട് യോജിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. എന്നാൽ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നാൽ ആരോഗ്യപരമായ പല ഗുണങ്ങളുമുണ്ട് എന്നത് പറയപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഒരാൾക്ക് ദുനിയാവും ആഖിറവും അതുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. കേവലം ഭൗതിക കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ല ഒരു മുഅ്മിൻ ഇബാദത്ത് ചെയ്യേണ്ടത്. ചില വിവരമില്ലാത്ത ആളുകൾ പറയാറുണ്ട്, നിസ്കാരം എന്നത് നല്ല വ്യായാമമാണ്, അതുകൊണ്ട് കുറേ ആരോഗ്യ ഗുണങ്ങൾ കിട്ടും. അത് കിട്ടിയാലും ശരി കിട്ടിയിട്ടില്ലെങ്കിലും ശരി 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. ഒരാൾക്കത് കിട്ടിയാൽ അൽഹംദുലില്ലാ, ദുനിയാവും ആഖിറവും കിട്ടി. അതല്ലാതെ ഭൗതികമായ നേട്ടങ്ങളല്ല നമുക്ക് പ്രാധാന്യം. ഭൗതികമായ ഇനി നേട്ടങ്ങളില്ല എന്ന് വിചാരിക്കാം, യാതൊരു പ്രയാസവും ഒരു പ്രശ്നവും നമ്മൾ കാണേണ്ടതില്ല. മറിച്ച് ശരീഅത്തിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അള്ളാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സമിഅന വഅതഅന, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. വലതുഭാഗത്ത് ചെരിഞ്ഞുകൊണ്ടാണ് കിടക്കേണ്ടത്. അതാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതാണ് ശൈഖ് രണ്ടാമത്തെ മസ്അലയായി സൂചിപ്പിച്ചത്. ഇദാ അതൈത മൽജഅക ഫതവല്ല, നീ നിൻ്റെ കിടക്കയിലേക്ക് വിരിപ്പിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വുദൂ ചെയ്യുക. വനം അലാ ഷിഖികൽ ഐമൻ, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് നീ ഉറങ്ങാൻ കിടക്കുകയും ചെയ്യുക. വനം ഉറങ്ങുക എന്നാണ് അതിൻ്റെ നേരെ അർത്ഥം. വത്ലു ആയത്തുൽ കുർസി, മൂന്നാമത്തെ മസ്അല, ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. മറത്തൻ, ഒരു തവണ. ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്
من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. സൂറത്തു അൽ ബഖറയിലെ 255 ആയത്ത്. ആയത്തുൽ കുർസി ഒരു തവണ പാരായണം ചെയ്യുക. ആയത്തുൽ കുർസി എന്ന ഈ ആയത്തിന് ആ പേര് വരാനുള്ള കാരണം നമുക്കറിയാം. അള്ളാഹുവിൻ്റെ കുർസി, അതിനെക്കുറിച്ച് പരാമർശിക്കപ്പെട്ട ഏക ആയത്താണിത്. ആയത്തുൽ കുർസി ഒരു തവണ പാരായണം ചെയ്യുക. ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൻ്റെ പ്രത്യേകത, ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖ്റ ആയത്തുൽ കുർസി, നീ നിൻ്റെ വിരിപ്പിലേക്ക്, കിടക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഉറങ്ങാനായി വന്നു കഴിഞ്ഞാൽ ആയത്തുൽ കുർസി നീ പാരായണം ചെയ്യുക. ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദുൻ, അങ്ങനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് നിനക്ക് ഒരു സംരക്ഷകൻ നേരം പുലരുവോളം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. വലാ യഖ്റബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ്, നേരം പുലരുന്നത് വരേക്കും ശൈത്താൻ നിൻ്റെ അടുക്കലേക്ക് വരികയില്ല, നിന്നിലേക്ക് അടുക്കുകയില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളത് എത്ര മഹത്തരമായ കാര്യമാണ്. പലപ്പോഴും സഹോദരങ്ങളെ, ഇത് പാരായണം ചെയ്യാതെ ഈ പറഞ്ഞ മര്യാദകളൊന്നും പാലിക്കാതെ കിടന്നാൽ ഒരുപക്ഷേ നേരം പുലർന്നു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചതിന് ശേഷമായിരിക്കും ഉറക്കം കിട്ടുക. ഉറക്കം അതങ്ങനെ നീണ്ടുപോകും. ഈ ദിക്റുകൾ അത് നിങ്ങൾ നോക്കൂ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ദിക്റുകൾ കൃത്യമായി ശരിയായ രൂപത്തിൽ നല്ല ദൃഢതയോടെ ആത്മാർത്ഥതയോടുകൂടി പാരായണം ചെയ്ത് കിടന്നു നോക്കൂ. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നല്ല സമയത്ത് എഴുന്നേൽക്കാൻ പറ്റും. സുബഹിന് മുന്നേ തന്നെ ഉറക്കം നെട്ടും. ഇനി സുബഹിന് മുന്നേ ഒരാൾക്ക് തഹജ്ജുദിൻ്റെ സമയത്ത് നെറ്റിയിട്ടില്ലെങ്കിലും സുബഹി ജമാഅത്തിന് കൃത്യമായി മസ്ജിദിലേക്ക് പോകാനും ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുമൊക്കെയുള്ള തൗഫീഖ് കിട്ടാനുള്ള കാരണമാണ്. നേരം പുലരുന്നത് നല്ല രൂപത്തിൽ നേരം പുലരാൻ സാധിക്കും. ഉറക്കം നല്ല രൂപത്തിലായാൽ, അതല്ലെങ്കിൽ പൈശാചികമായ ചിന്തകളും ആ രൂപത്തിലുള്ള കാര്യങ്ങളുമായിരിക്കും നമ്മെ പിടികൂടുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, ഒരൊറ്റ ആയത്താണ് ആയത്തുൽ കുർസി എന്ന മഹത്തരമായ ഒരു ആയത്ത് പാരായണം ചെയ്താൽ അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം നേരം പുലരുന്നതുവരെ, നേരം പുലരുന്നതുവരെ. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നമ്മൾ കാശ് കൊടുത്ത് പൈസ കൊടുത്ത് ജോലിക്ക് ഒരാളെ നിർത്തുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണെന്ത്, അള്ളാഹുവിൽ നിന്ന് നമുക്കൊരു സംരക്ഷകനെ അള്ളാഹു നിശ്ചയിച്ച് നൽകുക എന്നുള്ളത്. ഒരു പേടിയും പേടിക്കാനില്ല. ഒരു കാവൽക്കാരനെ നമ്മൾ കിടക്കുന്നിടത്ത് നിർത്തിയെന്ന് വിചാരിക്കുക. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു കാവൽക്കാരനെ പൈസ കൊടുത്ത് ശമ്പളം കൊടുത്ത് നിർത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരാൾ നിൽക്കുന്നതിനേക്കാൾ അയാൾ ശക്തനാവട്ടെ, എത്ര കഴിവുള്ള ആളാവട്ടെ, അതിനേക്കാളൊക്കെ എത്രയോ മനോഹരമാണ്, മഹത്തരമാണ് റബ്ബിൽ നിന്ന് ഒരു സംരക്ഷകൻ ലഭിക്കുക എന്നുള്ളത്. മാത്രമല്ല, നേരം പുലരുന്നത് വരെ ആ സംരക്ഷണം ലഭിക്കും. അല്ലാഹു തആല രാവിലെ വരെ സംരക്ഷണം തരും. ഒരു സാധാരണ ഒരാളെ ഒരു മനുഷ്യനാക്കിയാലോ അയക്ക് കിടന്നുറങ്ങണ്ടേ? 2-3 മണി ആയിക്കഴിഞ്ഞാൽ നമ്മൾ കാണാം സെക്യൂരിറ്റിക്കാർ, സാധുക്കൾ ചിലപ്പോൾ ഒരു ഭാഗത്തേക്ക് ഇരിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു സംരക്ഷകനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നേരം പുലരും വരെ, അതിനിടയിൽ ഒരു റെസ്റ്റില്ല. മാത്രമല്ല, പിശാച് നേരം പുലരുന്നത് വരെ അടുക്കുകയുമില്ല. പിശാചിന് ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും പഴിപ്പിക്കണം. സുബഹിക്ക് നല്ലോണം കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ് രാത്രി ഒരാൾ കിടന്നുറങ്ങുമ്പോൾ പിൻഭാഗത്ത് 3 കെട്ടിടും. എന്നിട്ട് പറയും, അലൈക ലൈലത്തുൻ തവീലത്തുൻ, നിനക്ക് സുദീർഘമായ രാത്രിയുണ്ട്, അതുകൊണ്ട് നീ ഉറങ്ങിക്കൊള്ളുക. അത് 2 മണിക്ക് കിടന്നുറങ്ങുന്നവനോടും പറയും, നിനക്ക് കുറേ സമയമുണ്ട്, എന്താ രാവിലെ എഴുന്നേൽക്കണ്ട. അങ്ങനെ നേരം പുലരുന്നത് എങ്ങനെയായിരിക്കും? സുബഹി നിസ്കരിക്കാതെ. നോക്കൂ നിങ്ങൾ, എത്ര മഹത്തരമായ കാര്യമാണ്
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിയാൽ, ഈ ഒരു മാധുര്യം അനുഭവിച്ചറിഞ്ഞാൽ സഹോദരങ്ങളെ, എങ്ങനെയാണ് ആ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കുക? ഏത് സന്ദർഭത്തിലും ഏതവസ്ഥയിലും ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ നമുക്ക് ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാവും. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത്. നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും, പക്ഷേ അശ്രദ്ധയിലായി പോകും. എന്നാൽ അതിൻ്റെ ആ ശ്രേഷ്ഠതകൾ വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ലയിച്ചു ചേരലാണ്. അത് പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇബാദത്തിൻ്റെ മാധുര്യത്തിൽപ്പെട്ടതാണത്. ഇബാദത്തിനൊരു മാധുര്യമുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. മറ്റുള്ളതുപോലെയല്ല. മറ്റുള്ള ഏത് മാധുര്യവും ഏത് ആസ്വാദനവും കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്രയാസമായി തോന്നും. എന്നാൽ ഇബാദത്ത് കൊണ്ട് ലഭിക്കുന്ന ആസ്വാദനം എന്നുള്ളത് അത് വർദ്ധിക്കുകയാണ് ചെയ്യുക. അതൊരിക്കലും കുറയുകയില്ല. അതിൽ മടുപ്പ് വരികയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പറഞ്ഞു വന്നത്, മൂന്നാമതായി ഷെയ്ഖ് സൂചിപ്പിച്ചു, വത്ലു ആയത്തുൽ കുർസി മറത്തൻ, നീ ആയത്തുൽ കുർസി ഒരു തവണ പാരായണം ചെയ്യുക. നാലാമത്തെ മസ്അല ഷെയ്ഖ് പറഞ്ഞു, വജ്മ കഫൈക, നാലാമത്തെ കാര്യം എന്നത് രണ്ട് കൈപ്പത്തികൾ, നിന്റെ രണ്ട് കൈപ്പത്തികൾ ചേർത്ത് വെക്കുക. അഥവാ കൈയുടെ ഉൾഭാഗം ദുആ ചെയ്യുന്ന രൂപത്തിൽ, കൈയുടെ ഉൾഭാഗം മുഖത്തിൻ്റെ അതല്ലെങ്കിൽ മുകളിൽ ആവുന്ന രൂപത്തിൽ, ദുആ ചെയ്യുന്ന രൂപത്തിൽ രണ്ട് കൈപ്പത്തികളും ചേർത്ത് വെക്കുക. അഞ്ചാമതായി ഷെയ്ഖ് പറഞ്ഞു, വഖ്റ ഫീഹിമാ സൂറത്തുൽ ഇഖ്ലാസി വൽ മുഅവ്വിദതൈനി, അത് രണ്ടും ചേർത്ത് പറയേണ്ട കാര്യമാണ്. നാലാമത്തതും അഞ്ചാമത്തതും രണ്ട് കൈപ്പത്തികൾ ചേർത്ത് വെച്ചുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതൈനിയും, അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഫലഖിനും നാസിനും കൂടിയിട്ടാണ് മുഅവ്വിദതൈൻ എന്ന് പറയാറുള്ളത്. സൂറത്തുൽ ഫലഖിനെയും സൂറത്തുൽ നാസിനെയുമാണ് മുഅവ്വിദതൈൻ എന്ന് പറയാറുള്ളത്. അഥവാ കാവൽ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന സൂറത്തുകളാണ്. ഈ മൂന്ന് സൂറത്തുകളും പാരായണം ചെയ്യുക. രണ്ട് കൈപ്പത്തികളും ദുആഇൻ്റെ രൂപത്തിൽ വെച്ചുകൊണ്ട്, ദുആ ചെയ്യുന്ന രൂപത്തിൽ വെച്ചുകൊണ്ട് ഈ മൂന്ന് സൂറത്തുകളും പാരായണം ചെയ്യുക. അതിനുശേഷം ആറാമതായി ഷെയ്ഖ് പറഞ്ഞു, വംഫുദ് ഫീഹിമാ, പാരായണം ചെയ്തതിന് ശേഷം ആ രണ്ട് കൈപ്പത്തികളിലേക്ക് ഊതുക. നഫ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ രൂപത്തിൽ ഉമിനീര് പുറത്തേക്ക് വന്നുകൊണ്ടുള്ള ഊത്തിനാണ് നഫ്സ് എന്ന് പറയുക. ഇത് പാരായണം ചെയ്തുകൊണ്ട് കൈകളിലേക്ക് ഊതുക. ഏഴാമതായി ഷെയ്ഖ് ആ ഭാഗം അവസാനിപ്പിക്കുന്നു, വംസഹ് ബിഹിമാ മസ്തതഅത മിൻ ജസദിക, ഇങ്ങനെ ചെയ്തുകൊണ്ട് പാരായണം ചെയ്ത് കൈകളിലേക്ക് കൈപ്പത്തികളിലേക്ക് ഊതിക്കൊണ്ട് ശരീരത്തിൽ എത്തുന്ന സ്ഥലം വരെ, സാധിക്കുന്ന സ്ഥലം വരെ തടവുക. ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട് ഈ പറഞ്ഞ രൂപത്തിൽ കൈവച്ചു, എന്നിട്ട് പാരായണം ചെയ്തു, എന്നിട്ട് അതിലേക്ക് ഊതി, എന്നിട്ട് എത്തുന്നത് വരെ, ശരീരത്തിലെ കൈകൾ എത്തുന്നത് വരെ, ഈ കൈ എവിടെയൊക്കെ പോകുന്നോ അവിടം വരെ തടവുക. അത് പ്രത്യേകം എത്താത്ത സ്ഥലത്ത് എത്തിപ്പിടിച്ച് തടവേണ്ടതില്ല. ഇങ്ങനെ ഇരുന്നാൽ എവിടെ വരാണോ തടവാൻ പറ്റുക അങ്ങനെ ചെയ്താൽ മതി. കാലൊക്കെ പൊക്കിയിട്ട് അതിൻ്റെ അടിയിലും ബാക്കിൽ പുറത്തും നടുപ്പുറത്തും അങ്ങനെ എത്താത്ത രൂപത്തിൽ തടവേണ്ടതില്ല. ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കാണാം. തടവുക എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനും എത്തുന്ന സ്ഥലത്ത്. കാരണം ഹദീസിൽ വ്യക്തമാണ്, വംസഹ് ബിഹിമാ മസ്തതഅത, നിനക്ക് സാധിക്കുന്ന രൂപത്തിൽ, നിനക്ക് സാധിക്കുന്ന നിന്റെ ശരീരത്തിൽ എവിടം വരെയാണോ നിനക്ക് എത്തുന്നത് അതുവരെ ചെയ്താൽ മതി. ഇങ്ങനെ ഊതി, ഇങ്ങനെ തലയും രണ്ട് കൈകളും പിന്നെ ഇങ്ങനെയും കാലും, അത് മതി. എവിടെ വരെ എത്തുന്നോ അവിടെ വരെ. അതിൻ്റെ അപ്പുറത്തേക്ക് എട്ടാമതായി ഷെയ്ഖ് പറഞ്ഞു, തഫ്അലു ദാലിക സലാസൻ, ഏഴാമതായി പറഞ്ഞത് ഇതാണ്. ഊതിയതിന് ശേഷം
തടവുക. എട്ടാമത്തേത് തഫ്അലു ദാലിക സലാസൻ, ഈ കാര്യം 3 തവണ ചെയ്യുക. അഥവാ ഓതുക, എന്നിട്ട് ഊതുക, തടവുക. ഒരിക്കൽ ചെയ്താൽ അത് ഒന്നായിട്ട് പരിഗണിക്കും. വീണ്ടും അതുപോലെ ഓതുക, എന്നിട്ട് ഊതുക, പിന്നെ തടവുക. 2, വീണ്ടും മൂന്നാമതും അതേപോലെ. ഇങ്ങനെ 3 തവണ ചെയ്യുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി. ഷെയ്ഖ് ഇവിടെ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ്. അഥവാ ആദ്യമായി വുദൂ പറഞ്ഞു, പിന്നെ വലതുഭാഗത്ത് കിടക്കാൻ പറഞ്ഞു, ആയത്തുൽ കുർസി പറഞ്ഞു, കൈപ്പത്തികൾ ചേർത്ത് പിടിച്ച് സൂറത്തുൽ ഇഖ്ലാസും ഫലഖും നാസും പാരായണം ചെയ്ത് ഊതാൻ പറഞ്ഞു. അത് ശരീരത്തിൽ എത്തുന്നത് വരെ തടവാനും പറഞ്ഞു. അത് 3 തവണ ചെയ്യാനും പറഞ്ഞു. ഇതാണ് ഷെയ്ഖ് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ. ഇതിനു പുറമെ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അവിടുന്ന് ചെയ്തിരുന്ന വേറെയും കാര്യങ്ങൾ കാണാം. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ ഖറഅ ഹാതൈനിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറതി ഫീ ലൈലത്തിൻ കഫതാഹു. ആരാണോ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പാരായണം ചെയ്യുന്നത്, കഫതാഹു, അവനത് മതിയായതാണ് എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുള്ള പ്രത്യേകതയുള്ള കാര്യമാണ് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ ഈ ചൊല്ലാൻ പറഞ്ഞ, ഓതാൻ പറഞ്ഞ മുഅവ്വിദാത്തുകൾക്ക് പുറമെ, ആയത്തുൽ കുർസിക്ക് പുറമെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂൻ നീ പാരായണം ചെയ്യുക. സുമ്മ നം അലാ ഖാതിമതിഹാ, അത് അവസാനിപ്പിച്ചതിന് ശേഷം നീ അതിലായിക്കൊണ്ട് കിടന്നുറങ്ങുക. അഥവാ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുക. ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്കി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഷിർക്കിൽ നിന്നുള്ള ബറാഅത്താകുന്നു, ബന്ധവിച്ഛേദനമാകുന്നു. അപ്പം അത് ഉറങ്ങാൻ കിടക്കുമ്പോൾ പാരായണം ചെയ്യുക എന്നത് സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ അതുകൂടി അതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ മകൾ, അതുപോലെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവരുടെ ഭർത്താവ്, അവർക്ക് 2 പേർക്കുമായി നൽകിയ വസിയ്യത്തിൽ കാണാം, ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാ 33, അല്ലാഹു അക്ബർ 34, ഇതുകൂടി ചൊല്ലാനുണ്ട്. പിന്നെ അതിന് പുറമെ ഒരുപാട് ദിക്ർ ദുആകൾ വേറെയും നമുക്ക് കാണാം. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വാഹിയ, ചെറിയ ദുആ ആണത്. അദ്കാറിൻ്റെ ദിക്റിൻ്റെ കിതാബുകളിൽ നോക്കി നമ്മളത് പഠിക്കുക. കുറച്ച് നാൾ നോക്കിയിട്ട് ചൊല്ലിയാൽ പിന്നീടത് ഹിഫ്ളാകും, കാണാപ്പാഠം പഠിയും. അപ്പോൾ അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുക. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള പ്രത്യേകതകളുള്ള ദിക്ർ ദുആകൾ നമുക്ക് ആ വിഷയത്തിൽ കാണാം. എത്രത്തോളം ചില ദിക്റുകളെക്കുറിച്ച്, ദുആകളെക്കുറിച്ച് അവസാനമായി ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക, അല്ലാഹുമ്മ അസ്ലംതു വജ്ഹിയ ഇലൈക വഫവ്വൽതു അംരി ഇലൈക എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. അവസാനമായി ആ പ്രാർത്ഥന ചൊല്ലി എന്നിട്ട് അതിലായിക്കൊണ്ട് ഒരാൾ ഉറങ്ങി എന്നിട്ട് മരിച്ചു എന്ന് വിചാരിക്കുക. അയാൾ ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടായിട്ടാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പഠിപ്പിച്ച ദിക്ർ ദുആകൾ അതിൽ കാണാം.
ഈ പറഞ്ഞതെല്ലാം സഹോദരങ്ങളെ അദ്കാറിൻ്റെ കിതാബുകളിൽ, ചെറിയ കിതാബുകൾ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ആ രൂപത്തിലുള്ള ആപ്പുകളുണ്ട്. വിശ്വാസയോഗ്യമായ വിശ്വസ്തരായ ആളുകൾ ചെയ്തിട്ടുള്ള ആപ്പുകൾ ഉപയോഗിക്കണം. കുറേ ആ വക ഈ വക എന്ന് പറഞ്ഞിട്ട് കിതാബുകളും പുസ്തകങ്ങളൊക്കെ നമുക്ക് കാണാം. തോന്നിയതുപോലെ വ്യക്തമായ പരിശോധനകളില്ലാതെ സഹീഹും ലഈഫും ഒക്കെ കൂടി കൂട്ടിക്കലർത്തിയ രൂപത്തിലുള്ള അത്തരം കിതാബുകളും ആപ്പുകളൊന്നും ഉപയോഗിക്കരുത്. വിശ്വസ്തരായ ആളുകൾ, തൗഹീദിൻ്റെ ആളുകൾ, സുന്നത്തിൻ്റെ ആളുകൾ ചെയ്തിട്ടുള്ള കിതാബുകളും ആപ്പുകളും ഉപയോഗിക്കുക. അതിൽ നമുക്കിത് കാണാം. വളരെ എളുപ്പമാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് ചൊല്ലി അങ്ങനെ കിടന്നുറങ്ങാൻ നമ്മൾ പരിശ്രമിക്കുക. അതിലായിക്കൊണ്ട് ഇത്തരം ദിക്ർ ദുആകളിലായിക്കൊണ്ട് ഉറങ്ങാൻ നമ്മൾ പരിശ്രമിക്കുക. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, വീണ്ടും എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഒരു രാത്രി കഴിഞ്ഞു പോവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ജീവിതത്തിൽ ഒരു ദിവസം അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും നന്നാക്കി അത് അവസാനിപ്പിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ വലിയ കാര്യമാണ്. ഇത് പറയാൻ വളരെ എളുപ്പമാണ്. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും പറയുന്ന ഞാനടക്കം ഈ രൂപത്തിൽ ചിലപ്പോൾ അശ്രദ്ധമായിക്കൊണ്ട് നമ്മൾ ഉറങ്ങിപ്പോവാറുണ്ട്. അത് ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനായി നേരത്തെ ഒരുങ്ങി വരിക. ഉറങ്ങാൻ കിടക്കുമ്പോൾ എങ്ങനെയെങ്കിലും കിടന്നുറങ്ങി അങ്ങനെ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതല്ല. നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്. രാത്രി ഉറങ്ങി അതിലായി ആയുസ് അവസാനിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് കഴിഞ്ഞു. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ അവസാനം ഏറ്റവും നന്നാക്കി തീർക്കാൻ സാധിച്ചാൽ, തൗഹീദിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ സാധിച്ചാൽ ദുനിയാവിലെ ജീവിതം ഒന്നുമല്ല, മറിച്ച് ഇനി വരാനിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് മുഅ്മിൻ ആ ഉറക്കത്തിൽ മരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ പ്രയാസമില്ല, പിന്നീട് അങ്ങോട്ട് സന്തോഷം മാത്രമാണ്. ഇനി നേരം പുലരാനാണ് അള്ളാഹു നിശ്ചയിച്ചത് എങ്കിൽ നേരം പുലരുമ്പോൾ തന്നെ വീണ്ടും ഇബാദത്തുകളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അള്ളാഹുവിന് ഹംദ് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദി അഹ്യാന ബഅദമ അമാതന, നമ്മെ മരിപ്പിച്ചതിന് ശേഷം, അഥവാ ഉറക്കമാകുന്ന മരണം, അതിനുശേഷം വീണ്ടും ജീവിപ്പിച്ചവനായ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു സർവസ്തുതിയും. അവനിലേക്കാണ് നമ്മുടെ മടക്കവും. അള്ളാഹുവിന് ഹംദ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നേരം പുലരേണ്ടത്. രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഇങ്ങനെ ആയിരിക്കണം. ഇനി ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം ഉറക്കം ഞെട്ടിയാൽ പോലും ചൊല്ലാൻ ദിക്റുകളാണുള്ളത്. രാത്രി ഒരാൾ ഉറക്കം നെട്ടി എന്ന് വിചാരിക്കുക, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്ടമുള്ളത് ചോദിക്കാം, ഉത്തരം ലഭിക്കും. ഇനി ഒരാൾ എഴുന്നേറ്റ് വുളൂ ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെട്ടു എന്നുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാം. ഒരു മുഅ്മിനിന് ഉറങ്ങാൻ കിടക്കുമ്പോൾ പരലോകമാണ് ചിന്ത വരുന്നത്, അല്ലെങ്കിൽ വരേണ്ടത്. ഉറക്കം നെട്ടിയാലും പരലോകം തന്നെയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ, ദിക്റുകൾ തന്നെയാണ്. ഉറക്കം എഴുന്നേറ്റാലും ഇനി വീണ്ടും ഇബാദത്തുകളിലേക്ക് തിരിയുകയാണ്. നേരം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പുലർന്നതിന് ശേഷം പിന്നെ വുദൂ എടുക്കുകയാണ്. വുദൂ ചെയ്തതിന് ശേഷം സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് ദുനിയാവും അതിലുള്ളതിനേക്കാളും ഉത്തമമാണ്. ഒരാൾക്ക് ദുനിയാവും അത് മുഴുവനും കിട്ടിയെന്ന് വിചാരിക്കുക, അതിനേക്കാൾ ഉത്തമമാണ് സുബ്ഹ് നിസ്കാരത്തിന് മുന്നേ ഉള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. സുബ്ഹ് നിസ്കാരത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 2 റക്അത്ത് റവാത്തിബിൽപ്പെട്ട സുന്നത്ത് നിസ്കാരം. അത് സഹോദരങ്ങളെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, ഒഴിവാക്കരുത്. എത്രത്തോളം
സുബഹിന് മുമ്പേ അത് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ആ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എന്നാണ്. യാത്രയിൽ പോലും അവിടുന്ന് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. ഇങ്ങനെ പറഞ്ഞു വന്നത് ഒരു മുഅ്മിൻ മറ്റുള്ള ആളുകളെ പോലെയല്ല, ജീവിത ലക്ഷ്യങ്ങളുണ്ട്, അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ്. അള്ളാഹു ഇബാദത്തിന് വേണ്ടിയിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ഇബാദത്തുകളിലായി ജീവിക്കാൻ, അങ്ങനെ മരിച്ചു പോവാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് 5ാമത്തെ മര്യാദ. 5ാമത്തെ മര്യാദ എന്നത് അദബുൻ നൗം, ഉറങ്ങാൻ കിടക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളാണ്. 6ാമത്തേത് അദബുൽ ഇഅ്താസ്, തുമ്മലുമായി ബന്ധപ്പെട്ട മര്യാദയാണ്. ഷെയ്ഖ് പറഞ്ഞു, ഇദാ അതസ്ത ഫഗത്തി വജ്ഹക ബിയദിക ഔ ബിസൗബിക വഹ്മദില്ലാഹ ഫഇൻ ശമ്മതക അഹദുൻ ഫഖാല യർഹമുക അല്ലാഹ് ഫഖുൽ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. തുമ്മുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശക്തമായ ശബ്ദത്തോടുകൂടി പുറപ്പെടുന്ന ഒരു കാറ്റാണ്. ആ കാറ്റ് പുറപ്പെടുമ്പോൾ ശബ്ദം ഉണ്ടാവും. അതിനാണ് തുമ്മൽ എന്ന് ചുരുക്കി പറഞ്ഞാൽ പറയുക. ഒരാൾ തുമ്മിയാൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. തുമ്മൽ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ ഉതാസ, അല്ലാഹു സുബ്ഹാനഹു വ തആല തുമ്മൽ ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിന് ഇഷ്ടമാണ് തുമ്മുക എന്നുള്ളത്. ഇദാ അതസ്ത ഫഗത്തി വജ്ഹക ബിയദിക ഔ ബിസൗബിക, നീ തുമ്മിക്കഴിഞ്ഞാൽ നിന്റെ മുഖം നിന്റെ കൈ കൊണ്ടോ അതല്ലെങ്കിൽ നിന്റെ വസ്ത്രം കൊണ്ടോ പൊത്തിവെക്കുക, മറച്ചു പിടിക്കുക. അപ്പോൾ തുമ്മുമ്പോൾ നിരുപാധികം പുറത്തേക്ക് വിടരുത്. തുമ്മൽ വന്നാൽ ഒന്നല്ലെങ്കിൽ കൈ കൊണ്ട് മുഖം ആ ഭാഗം പൊത്തിപ്പിടിക്കുക, അതല്ലെങ്കിൽ തുണി കൊണ്ട്, വസ്ത്രം കൊണ്ടായാലും ശരി, ടവൽ കൊണ്ടായാലും കർച്ചീഫ് കൊണ്ടായാലും ശരി. സഹോദരങ്ങളെ, ഒന്നാമത് ഷെയ്ഖ് പറഞ്ഞ മസ്അല, നീ തുമ്മുകയാണെങ്കിൽ അഥവാ ഒരാൾ തുമ്മുമ്പോൾ മുഖം പൊത്തിവെക്കുക, അടച്ചു പിടിക്കുക, കൈ കൊണ്ട് അതല്ലെങ്കിൽ തുണി കൊണ്ട്, വസ്ത്രം കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ അതിമഹത്തായ മര്യാദ നിങ്ങൾ നോക്കൂ. തുമ്മുമ്പോൾ ഈ പറഞ്ഞ മര്യാദകൾ 14 നൂറ്റാണ്ടുകൾക്ക് മുന്നേ പഠിപ്പിച്ചു വച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ. ഇന്ന് ആരും കണ്ടുപിടിച്ചൊന്നല്ല. തുമ്മുമ്പോൾ മുഖം, വായ പൊത്തിപ്പിടിക്കണം, മൂക്ക് പൊത്തിവെക്കണം എന്നുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഹദീസിൽ കാണാം, കാന ഇദാ അതസ ഗത്ത വജ്ഹഹു ബിയദിഹി ഔ ബിസൗബിഹി, അവിടുന്ന് തുമ്മുന്ന സന്ദർഭത്തിൽ അവിടുത്തെ മുഖം കൈകൊണ്ട് അതല്ലെങ്കിൽ അവിടുത്തെ തുണി കൊണ്ട്, വസ്ത്രം കൊണ്ട് പൊത്തിപ്പിടിക്കുമായിരുന്നു, മറച്ചു പിടിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം ശബ്ദം താഴ്ത്തുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ തുമ്മുമ്പോൾ ഉറക്കെ പുറത്തേക്ക് വിടരുത്. ചില ആളുകൾ തുമ്മുമ്പോൾ അടുത്തുള്ള ആളുകൾക്ക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അത്ര ശബ്ദത്തിലാണ് തുമ്മുക. അപ്പം അങ്ങനെ വരുന്നതെല്ലാം പുറത്തേക്ക് ഒറ്റയടിക്ക് വിടുക എന്നുള്ളതല്ല, അതിന് ചില മര്യാദകളുണ്ട്. ഈ പറഞ്ഞതുപോലെ കൈ കൊണ്ട് പൊത്തിവെക്കുക. ചിലപ്പോൾ നമുക്ക് സമയം കിട്ടില്ല, തുണിയെടുക്കാൻ, ടവലെടുക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ അതിനാണ് കൈ കൊണ്ട് വേഗം പൊത്തിവെക്കുക. അല്ലെങ്കിൽ 2 കൈ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ 1 കൈ. ചർച്ചയുണ്ട് ഏത് കൈയാണ് പൊത്താൻ ഉപയോഗിക്കേണ്ടത്, ഏത് കൈ കൊണ്ടാണ് മൂക്ക്, വായ, മുഖം പൊത്തേണ്ടത്, ഇടത് കൈയാണ് അതിന് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞതായി കാണാം.
കാരണം മൂക്കിൽ നിന്ന് പൊതുവെ ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പുറത്തേക്ക് വരും. തുമ്മുമ്പോൾ വലത് കൈ ഉപയോഗിക്കാതിരുന്നാൽ അതാണ് വേണ്ടത്. വലത് കൈ ഉപയോഗിക്കരുത്, മറിച്ച് ഇടത് കൈ ഉപയോഗിക്കുക. കാരണം വലത് കൈ കൊണ്ട് ആളുകൾക്ക് കൈ കൊടുക്കാനുള്ളതാണ്. അതല്ലെങ്കിൽ നമുക്ക് തന്നെ ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാനുള്ളതാണ്. ആളുകൾ പൊതുവെ ഇഷ്ടപ്പെടുകയില്ല. തുമ്മുമ്പോൾ വലത്തെ കൈ ഇങ്ങനെ പൊത്തിപ്പിടിച്ചു എന്നിരിക്കുക. എന്നിട്ട് ഒരാൾ സലാം പറഞ്ഞു വന്നാൽ ആ കൈ എന്നെ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? മുപ്പര് പുറം പിടിക്കും, അവിടെ പിടിക്കൂല. അങ്ങനെ തന്നെയാണ് വേണ്ടത്, അതാണ് അതിൻ്റെ രീതി. പക്ഷേ ഇടത് കൈ കൊണ്ടായാൽ ആ പ്രശ്നമില്ല. സുബ്ഹാനല്ലാഹ്, ഇത് വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇത് പഠിപ്പിച്ചു വെച്ചു. ഉലമാക്കൾ ചർച്ച ചെയ്ത് നോക്കൂ നിങ്ങൾ, ഏത് കൈ വേണം. വലത് കൈയായാൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, ആളുകൾ ഇഷ്ടപ്പെടുകയില്ല. ഇടത് കൈയായാൽ പൊതുവേ ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്കാണ് ആ കൈ ഉപയോഗിക്കാറുള്ളത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ദീൻ എന്നത് അത്ഭുതകരമാണ്. എല്ലാ മര്യാദകളും ഏറ്റവും നല്ല രൂപത്തിൽ പഠിപ്പിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുഖം പൊത്താറുണ്ടായിരുന്നു, അതോടൊപ്പം അവിടുന്ന് ശബ്ദം താഴ്ത്താറുണ്ടായിരുന്നു. നിങ്ങൾ അതുവരെ പഠിപ്പിച്ചു. ശബ്ദം താഴ്ത്താറുണ്ടായിരുന്നു. ശബ്ദം താഴ്ത്തിക്കൊണ്ട് തുമ്മുക എന്നതാണ് സുന്നത്തായ രീതി. നമുക്കെല്ലാം ഒച്ചയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒച്ചത്തിൽ എന്ത് ചെയ്യരുത്? തുമ്മരുത്. എന്തുകൊണ്ടാണ് പൊത്തിവെക്കാൻ പറഞ്ഞത്? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. 2 കാര്യങ്ങളാണ് അതിൽ പറയപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഒരാൾ തുമ്മുകയാണെങ്കിൽ അയാളുടെ ആ തുമ്മലിലൂടെ ഒരു പക്ഷേ രോഗാണുക്കൾ പടരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, തുമ്മുന്ന സന്ദർഭത്തിൽ മൂക്കിലൂടെ അതല്ലെങ്കിൽ വായ തുറന്ന വായയിലൂടെ ആളുകൾക്ക് പൊതുവെ നമുക്ക് സ്വന്തത്തിന് തന്നെ വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വന്നേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ തുണി കൊണ്ടോ കൈ കൊണ്ടോ പൊത്തിപ്പിടിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്, എത്ര അത്ഭുതകരമാണ്! പണ്ഡിതന്മാർ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇസ്ലാമിൻ്റെ ഉലമാക്കളെക്കുറിച്ച്, പണ്ഡിതന്മാരെക്കുറിച്ച് ആളുകൾ പറയും അവർക്ക് വിവരില്ല, അത് കണ്ടിട്ടില്ല, ശാസ്ത്രം അറിയില്ല. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ രേഖപ്പെടുത്തപ്പെട്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത്. വല്ലാഹു അലം. ഏതായിരുന്നാലും ഒരാൾ തുമ്മുമ്പോൾ കൈ കൊണ്ട് അതല്ലെങ്കിൽ തുണി കൊണ്ട്, വസ്ത്രം കൊണ്ട് മുഖം പൊത്തിവെക്കുക. വഹ്മദില്ലാ, തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയുക. തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയുക. ആ ഭാഗം അർത്ഥം പറഞ്ഞ് നിർത്താം. ഇൻഷാ അല്ലാഹ് വിശദീകരണം അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വഹ്മദില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയുക, അള്ളാഹുവിനെ സ്തുതിക്കുക. ഫഇൻ ശമ്മതക അഹദുൻ, അൽഹംദുലില്ലാ എന്ന് പറയുന്നത് കേട്ട് ഒരാൾ തശ്മീത്ത് ചെയ്തു എന്ന് വിചാരിക്കുക. അഥവാ ഫഖാല, അയാൾ പറഞ്ഞു യർഹമുകല്ലാഹ്, എങ്കിൽ ഫഖുൽ, നീ പറയുക യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് ഷെയ്ഖ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.